അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പള്ളിയുടെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആളുകൾ വെളിയിലേക്ക് ഇറങ്ങിത്തുടങ്ങുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇഹ്തഫു ഹൗലി, കുറച്ചു നേരം നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും ഒന്ന് ഒരുമിച്ചിരിക്കണം. ഇറങ്ങാൻ തുടങ്ങിയവരൊക്കെ തിരിച്ചു വന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകൃതം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അധികമൊന്നും അങ്ങനെ ചിരിക്കാത്ത, തമാശകൾ പറയാത്ത, വളരെ ഗൗരവത്തിൽ നടക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേസമയം തൻ്റെ കൂടെ ചുറ്റും ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരിക്കലും ആ സദസ്സ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം അവരോട് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ച് പങ്കുവെക്കണം. തമന്നൗ, നിങ്ങളുടെ കൊതികൾ പറയൂ. ആളുകൾക്ക് വലിയ കൗതുകമായി. ഫഖാമൽ അവ്വലു, ആ സദസ്സിലെ ഒന്നാമത്തെ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അയാളുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നം ആ സദസ്സിനോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞത്, അതമന്ന അൻ തകൂന ഹാദിഹി ദാറു മലീഅതൻ ദഹബൻ വഫില്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോൾ നാം ഇരിക്കുന്ന ഈ മുറി നിറയെ സ്വർണവും വെള്ളിയും ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ആളുകളൊക്കെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാണ് ഈ റൂം നിറയെ സ്വർണവും വെള്ളിയും അയാൾക്ക്? അയാൾ തുടർന്ന് പറഞ്ഞു, ഫഉൻഫിഖുഹ അല ലവാഹിൽ മദീന, ഞാൻ മദീനയ്ക്ക് ചുറ്റുമുള്ള പ്രാന്തപ്രദേശങ്ങളിൽ ആ സ്വർണവും വെള്ളിയും മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവങ്ങൾക്ക് അത് വിതരണം ചെയ്ത് എനിക്ക് സ്വർഗം നേടിയെടുക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ എഴുന്നേറ്റു, അയാളുടെ സ്വപ്നം പറയാൻ തുടങ്ങി. ആദ്യത്തെ ആൾ പറഞ്ഞതിനെ കവച്ചു വയ്ക്കുന്ന സ്വപ്നമാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അതമന്ന അൻ തകൂന ഹാദിഹി ദാറു മലീഅതൻ സബർജദൻ വലുഅ, ഞാൻ ഈ ഇരിക്കുന്ന മുറി നിറയെ മരതകങ്ങളും മാണിക്യങ്ങളും രത്നങ്ങളും ഉണ്ടാവണം. അത് വിറ്റ് കിട്ടുന്ന പണം ഫഅതജാവസു ബിഹ ഹുദൂദൽ മദീന. നേരത്തെ അദ്ദേഹം പറഞ്ഞത് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. മദീനയുടെ പ്രദേശങ്ങളൊക്കെയും വിട്ടുകടന്ന് അതിൻ്റെ അതിർത്തിയും ഭേദിച്ച് അതിൻ്റെ വെളിയിലുള്ള ആളുകളിലേക്ക് മുഴുവൻ അത് ദാനം ചെയ്ത് സ്വർഗത്തിൽ ഒന്നുകൂടി വലിപ്പമുള്ള പദവി എനിക്ക് നേടിയെടുക്കണം. ഉമർ റളിയല്ലാഹുവിൻ്റെ ചുറ്റും കൂടി നിന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആകാംക്ഷയോടുകൂടി ആളുകൾ ഉമർ എന്താണ് പറയുന്നത് എന്നോർത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ആളുകളുടെ ഊഴം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതമന്ന അൻ തകൂന ഹാദിഹി ദാർ മലീഅതൻ റിജാലൻ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ റൂമിൽ നിറയെ ഒരു പിടി മനുഷ്യരുണ്ടാവുക എന്നതാണ്. കുറേ ആളുകൾ ഈ മുറി നിറയെ ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞു, അംസാല മുആദ് ബിൻ ജബലിൻ വ അബി ഹുദൈഫത വ അബി ഉബൈദത വ സാലിം മൗല അബി ഹുദൈഫ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഉബൈദയെ പോലെ, അബൂ ഹുദൈഫയെ പോലെ പ്രഗത്ഭരായ കുറച്ച് ആളുകൾ ഈ റൂം നിറയെ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതിയും സ്വപ്നവും. മഹാനായ ഉമർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പങ്കുവച്ചതിലെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആളുകൾ എങ്ങനെ ഇരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഗവർണറായി ആദ്യം നിശ്ചയിച്ച വ്യക്തിയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു.
യമനിലെ ഗവർണറായി നിശ്ചയിക്കപ്പെട്ട വലിയ രാഷ്ട്രീയ വീക്ഷണമുള്ള വലിയ ചിന്താവൈശിഷ്ട്യമുള്ള മഹാനായ മുആദ് ഇബ്നു ജബൽ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് നന്നായിട്ടറിയാവുന്ന വ്യക്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ ഓഫീസ് കാര്യങ്ങളും നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ അത് നിർവഹിച്ചിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഉമർ റളിയല്ലാഹുവിനെ പരാമർശിച്ച അബൂ ഹുദൈഫ അൽ യമാനി റളിയല്ലാഹു അൻഹു, സാഹിബു സിർരി റസൂലില്ല, പ്രവാചകൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബി. റസൂലിൻ്റെ സഹാബാക്കളിൽ ഏറ്റവും വലിയ ധീരന്മാരിൽ ഒരാളും സൈനിക നേതാവുമായിരുന്നു അബൂ ഉബൈദ. ആ അബൂ ഉബൈദയുടെ പ്രതിനിധാനങ്ങൾ നമ്മൾ കണ്ടത് ഫലസ്തീനിലെ ഗസയിലെ ഹമാസിൻ്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അബൂ ഉബൈദയെ നമുക്ക് പലപ്പോഴും ഓർമ്മ വരും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ഇനി ആര് ഈ ഉമ്മത്തിനെ നയിക്കും, ആര് ഈ ഉമ്മത്തിൻ്റെ ഖലീഫയാകുമെന്ന ചർച്ചയുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലൗകാന സാലിമു ഹയ്യൻ, അബൂ ഹുദൈഫയുടെ അടിമയായിരുന്ന സാലിമെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ശേഷം ആര് ഖലീഫയാകും എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് തർക്കിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സാലിം മൗല അബീ ഹുദൈഫ, മഹാനായ ഉമർ റളിയല്ലാഹുവിനെ പരാമർശിച്ച നാലാമത്തെ വ്യക്തി. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആ സദസ്സിനോട് പങ്കുവച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ പണമുണ്ടാവുക എന്ന നിങ്ങളുടെ സ്വപ്നം അതവിടെ ഇരിക്കട്ടെ, പണമുണ്ടാവുക എന്നതല്ല പ്രധാനം. യഥാർത്ഥ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കാൻ ആളുണ്ടാവുക, മനുഷ്യരുണ്ടാവുക എന്നതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഉമ്മയെ തലക്കടിച്ച മനുഷ്യർ, ഉമ്മയെ തലക്കടിച്ച് കൊല്ലുന്ന മക്കളുണ്ടാവുന്ന കാലത്ത് ഏതെല്ലാം തിന്മകളുടെയും അധാർമികമായ ജീവിതത്തിൻ്റെയും പ്രതിനിധാനങ്ങളായി മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. വിശേഷിച്ച് വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹം വിദേശത്തേക്ക് പോയതിനു ശേഷം വലിയ തിളക്കവും വലിയ പുരോഗതിയും മുസ്ലിം ഉമ്മത്തിലെ വ്യക്തികൾ കൈവരിച്ചിട്ടുണ്ട്. സംഘടനകളെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൃത്യമായി സുസംഘടിതമായി ഏറ്റവും നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ട്. നിലവാരമുള്ള പത്രങ്ങളും ചാനലുകളും മുസ്ലിം ഉമ്മത്തിന് അഭിമാനിക്കാവുന്ന നിലയിൽ ഇന്നും മുസ്ലിം സമൂഹത്തിലുണ്ട്. ഭൗതികമായ പുരോഗതിയിലും വളർച്ചയിലും മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ പാരമ്യതയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ അതേസമയം മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് കഹ്തുൽ മാൽ, സമ്പത്തിൻ്റെ ദാരിദ്ര്യമല്ല, പണത്തിൻ്റെ ദാരിദ്ര്യത്തെ മറികടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ രണ്ടാമത്തെ ദാരിദ്ര്യം കഹ്തുർ റിജാൽ, മനുഷ്യരുടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിമിൻ്റെ ദാരിദ്ര്യം മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേക്ക് ഇസ്ലാമിൻ്റെ മേലങ്കിയാണെങ്കിൽ പോലും യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന വളരെ ഗഹനമായ ചോദ്യമാണ് ഖൈറുൽ ഖുറൂനിലെ ഉത്തമ നൂറ്റാണ്ടിലെ മനുഷ്യരെ ഒരു മുറി നിറയെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് സ്വപ്നം പങ്കുവയ്ക്കാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അതിലെ സാങ്കത്യം എന്ത് എന്ന് പരിശോധിച്ചാൽ സമ്പത്തിൻ്റെ ധാരാളിത്തത്തിനും അപ്പുറത്ത് നല്ല മനുഷ്യരുടെ ധാരാളിത്തമാണ് ഉമ്മത്തിന് ഇനിയും ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ബായിഉൻ മുസ്ലിം, ദാ ഇങ്ങനെയായിരിക്കണം നല്ലൊരു മുസ്ലിം കച്ചവടക്കാരൻ. മുഅല്ലിമുൻ മുസ്ലിം, ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമായ അധ്യാപകൻ. മുവല്ലഫുൻ മുസ്ലിം, ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥൻ എന്ന് പറയാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഇസ്ലാമിക വ്യക്തിത്വങ്ങളുടെ അഭാവം, ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. സ്വർണവും വെള്ളിയും കൂടി ഉണ്ടായിട്ട്, രത്നങ്ങളുണ്ടായിട്ട്
ദാരിദ്ര്യം പരിഹരിക്കുന്നതിനേക്കാൾ പ്രധാനം മുആദിനെ പോലെയുള്ള അബൂ ഉബൈദയെ പോലെയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരണം, ആ നിലയിൽ തലമുറകളെ സൃഷ്ടിക്കണം എന്ന് ഉമർ റളിയല്ലാഹു തന്നെ പറയുകയാണ്. സത്യത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അതുതന്നെയാണ്. നല്ല മനുഷ്യർ, നല്ല വ്യക്തികൾ രൂപപ്പെടണം, നല്ല കുടുംബങ്ങൾ ഉണ്ടാവണം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പല ചർച്ചകളിലും നമ്മൾ ആശങ്കയോടുകൂടി നമ്മൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. നല്ല കുടുംബവും നല്ല സമൂഹവും നല്ല രാഷ്ട്രവും ഉണ്ടാവണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി ചർച്ചകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ലതാവണമെങ്കിൽ അടിസ്ഥാനപരമായി ആരാണ് നന്നാവേണ്ടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരാലോചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയുസ് മുന്നോട്ട് പോകുന്തോറും നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് വിലയിരുത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആര് നന്നാവണമെന്ന ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരുമാണ് നന്നാവേണ്ടുന്നത് എന്നതാണ് അതിൻ്റെ മറുപടി. വിശുദ്ധ ഖുർആൻ ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം അത് സംഘടിതമായ ഒരു മതമാണ്, ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകളുള്ള സമൂഹമാണ് എന്നൊക്കെ നമ്മൾ പറയും. അതേസമയം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം സംസാരിക്കുന്നത് സംഘടനകളോടോ പ്രസ്ഥാനങ്ങളോടോ അല്ലെങ്കിൽ കൂട്ടങ്ങളോടോ ജമാഅത്തുകളോടോ അല്ല. അല്ലാഹു തആല സംസാരിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളോടുമാണ്. നമ്മൾ പരലോകത്ത് എങ്ങനെ വരും എന്ന് പറയുന്നിടത്ത് അല്ലാഹു തആല യാഥാർത്ഥ്യം പറയുന്നുണ്ട്. നിങ്ങളിവിടെ ഒരുപാട് സംഘടനകളായിരിക്കാം, സംവിധാനങ്ങളായിരിക്കാം, നിങ്ങൾ ഒരുപാട് കൂട്ടായ്മകളുടെ ഭാഗമായിരിക്കാം. പക്ഷേ വകുല്ലുൻ ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, പടച്ചതമ്പുരാൻ്റെ അടുക്കൽ നിങ്ങളെ കൊണ്ടുവരപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇൻഡിവിജ്വലായി ഓരോ മനുഷ്യരും വ്യക്തിപരമായി ഓരോ മനുഷ്യനും മനുഷ്യനായി ഒറ്റയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുന്നതിനെക്കുറിച്ച്, അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ പ്രശ്നവും നിങ്ങൾക്കില്ല, നിങ്ങളുടെ പ്രശ്നം തന്നെ നിങ്ങൾക്ക് മതിയായതാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സന്ദേഹത്തിന് പ്രവാചകൻ മറുപടി പറയുന്ന രസകരമായ ഒരു സന്ദർഭം ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളെല്ലാവരും പരലോകത്ത് നഗ്നപാതരും വിവസ്ത്രരുമായി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന നാളിൽ ഞങ്ങൾ മറ്റുള്ളവർ ഞങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, മറ്റുള്ളവരുടെ പ്രശ്നം നിങ്ങൾക്കൊരു പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ് കാതലായ പ്രശ്നമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മാലും സമ്പത്തും സന്താനങ്ങളും പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയമുള്ള, നിഷ്കളങ്കവും നിർമ്മലവുമായ ഹൃദയമുള്ള മനുഷ്യർ, ആ മനുഷ്യർ മാത്രം പ്രസക്തമാവുന്ന ഒരു പരലോകത്തെക്കുറിച്ച്. യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നൻ യുഗ്നി. വാപ്പയെ മാറ്റി നിർത്തപ്പെടുന്നു, ഉമ്മയെ മാറ്റി നിർത്തപ്പെടുന്നു, സഹോദരങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നു, പ്രിയപ്പെട്ട ഭാര്യയും മാറ്റി നിർത്തപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും അവൻ്റെ ഖബറിന് മറുപടി പറയുന്ന തരത്തിൽ നിങ്ങൾ വ്യക്തികളാണ് പ്രധാനം, നിങ്ങൾ വ്യക്തികൾ മാത്രമാണ് പ്രധാനം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രധാനമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ പ്രയാണത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള സംവിധാനങ്ങളായി നിങ്ങളതിനെ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നമസ്കാരത്തിലുമുണ്ട്, ജമാഅത്തായി നമസ്കരിക്കുന്നതിന് 27 ഇരട്ടി പുണ്യമുണ്ട് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇമാം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് ഇമാമ് സൂറത്തുൽ ഫാത്തിഹ ഉറക്കെ ഓതുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ആമീൻ എന്ന് നമ്മൾ പറയും. അള്ളാഹു ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് നമ്മൾ ഒരുമിച്ച് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരാളുടെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം, അഖ്റബുമാ യകൂനൽ അബ്ദു മിനല്ലാഹി വഹുവ സാജിദുൻ, സുജൂദിലായിരിക്കവെയാണ് ഒരാൾ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം എന്ന് പറയുന്നിടത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ
ആ രൂപം അത് ഏകാംഗമായ പ്രാർത്ഥനയിലേക്ക് പരിണമിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുജൂദിൻ്റെ സന്ദർഭത്തിലെ പ്രാർത്ഥന ഒരു കൂട്ടപ്രാർത്ഥന അല്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനോട് ഞങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങിയ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ് തുടങ്ങിയ നമ്മൾ സുജൂദിൽ പടച്ചവനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വകാര്യമായി പറയുന്ന ഭാഷണം സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ റബ്ബേ, ഉത്കൃഷ്ടനായ റബ്ബേ, പരിശുദ്ധനായ നാഥ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ ഒറ്റയ്ക്ക് ഒരു സ്വകാര്യമാണ് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്. നമസ്കാരത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ 2 സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയാണ്. എത്ര നിർവികാരമായിട്ടാണ് നമ്മൾ ആ പ്രാർത്ഥന പലപ്പോഴും ഉച്ചരിക്കുന്നത് എന്ന് നമ്മൾ ഇന്നു മുതലുള്ള നമ്മുടെ നമസ്കാരത്തെ വീക്ഷിച്ചാൽ അറിയാം. എന്തുമാത്രം കാര്യങ്ങളാണ് സ്വകാര്യമായി ആ ഇരുത്തത്തിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതിൻ്റെ പദങ്ങൾ പരിശോധിച്ചാൽ റബ്ബിഗ്ഫിർ ലനാ വർഹംന വജ്ബുർന വർഫഅന വർസുഖ്ന വഹ്ദിന എന്നതിനും അപ്പുറത്ത് തീർത്തും സ്വകാര്യമായി എൻ്റെ മാത്രം പ്രശ്നങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ ഇരിക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന. അള്ളാഹു എനിക്ക് പുറത്തു തരണമേ, എനിക്ക് സൗഖ്യം നൽകണമേ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണമേ, എൻ്റെ പദവികൾ നീ ഉയർത്തി തരണമേ, എനിക്ക് ഭക്ഷണം നൽകണമേ, അള്ളാഹു നീ എനിക്ക് ശാരീരികമായ സുഖം നൽകണമേ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇസ്ലാം സംസാരിക്കുന്നത്, റബ്ബ് സംസാരിക്കുന്നത്, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളാകുന്ന വ്യക്തികളെയാണ്. നമ്മൾ നന്നായാൽ നമ്മുടെ കുടുംബം നന്നാകും, നമ്മുടെ കുടുംബം നന്നായാൽ നമ്മുടെ നാട് നന്നാവും, നമ്മുടെ നാട് നന്നായാൽ നമ്മുടെ രാഷ്ട്രവും നന്നാകും. ഇത് ദീൻ പഠിപ്പിക്കുന്ന ഏറ്റവും മൗലികമായ ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഓരോ വ്യക്തിയുമാണ് എന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങളോ, എൻ്റെ പ്രസംഗം അത് ഗംഭീരമായി വീക്ഷിച്ചതുകൊണ്ട് ഞാനോ എനിക്കോ നന്നാകാൻ കഴിയില്ല. അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട് നമ്മൾ നന്നാവണമെന്ന്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ഖൗമിനെയും സ്വയം മാറ്റത്തിന് വിധേയമാക്കപ്പെടാത്ത ഒരു ഖൗമിനെയും അല്ലാഹു തആല മാറ്റിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എൻ്റെ ഭാര്യ തീരുമാനിച്ചിട്ടല്ല ഞാൻ നന്നാവുന്നത്, എൻ്റെ മക്കൾ തീരുമാനിച്ചിട്ടല്ല ഞാൻ നന്നാവുന്നത്. ചിലതൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ കഴിയും, ഉപദേശിക്കാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ എനിക്ക് മാത്രമാണ് റോളുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു നല്ല മുസ്ലിം ആകണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ മാത്രം തീരുമാനമാണ് എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രയത്നങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു പദമുണ്ട്, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ടതിന് ശേഷം കുടുംബാദികൾ ഒരുമിച്ച് കൂടി എൻ്റെ വീട്ടിൽ ബഹളം മുഴക്കി എന്തൊക്കെയോ കുറേ ബഹളം വെച്ച് ഒച്ചയിട്ടാൽ ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ പ്രയത്നങ്ങളിലേക്ക് അത് കൂട്ടിച്ചേർക്കപ്പെടും എന്ന്, അത് മാത്രമായിരിക്കും അയാളുടെ രക്ഷയ്ക്കുള്ള വഴി എന്ന മിഥ്യാധാരണയ്ക്കും അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവൻ്റെ പ്രയത്നമാണ് അവന് കണ്ടെത്താൻ കഴിയുക എന്ന പരമയാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് അതൊരു ചെറുതല്ല. ഇന്ന് ലോകത്ത് 800 കോടിയിലേറെ മനുഷ്യരുണ്ട്. 800 കോടി മനുഷ്യരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, ഒരാളും എന്നെപ്പോലെ അല്ല എന്നതാണ്. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ശരീരഘടനയും ഇതൊന്നും ലോകത്ത് എനിക്കല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം വെവ്വേറെയാണ്
എത്രത്തോളം ഒറ്റയാണ്, എത്രത്തോളം വ്യതിരക്തമായി പടച്ചവൻ സൃഷ്ടിച്ചതാണ് എന്ന ആലോചന നമ്മളൊന്ന് കൃത്യമായി ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാറുണ്ട്, പക്ഷേ അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി കോപ്പികളെയല്ല സൃഷ്ടിച്ചത്, ഓരോ വെറൈറ്റികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. 800 കോടി മനുഷ്യർ, എത്രയോ കോടി മനുഷ്യർ മരണപ്പെട്ടു പോയി. ഈ തലമുറ അവസാനിച്ചതിന് ശേഷം നമുക്ക് മുമ്പേ എത്രയോ തലമുറകൾ, വിശുദ്ധ ഖുർആൻ അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ തലമുറകൾ, വരാനിരിക്കുന്ന എത്രയോ കോടി മനുഷ്യർ. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത് എത്ര ചെറിയ, എത്ര നിസ്സാരമായിട്ടുള്ള, വലുപ്പത്തിൽ എത്ര ചെറുതായിട്ടുള്ള ഒരവയവമാണ്. പക്ഷെ പടച്ചവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഏറ്റവും ചെറിയ ഈ കൃഷ്ണമണി ലോകത്തൊരു മനുഷ്യനും ഒരേപോലെ അല്ലാഹു തആല നൽകിയിട്ടില്ല. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള നമ്മുടെ ശരീരത്തിലെ വളരെ ലളിതമെന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ വളരെ സർഗാത്മകമായി പടച്ചവൻ നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു വച്ചിരിക്കുന്ന അവയവങ്ങളുടെ പ്രാധാന്യമെടുത്ത് പരിശോധിച്ചാൽ ഈ വ്യത്യസ്തത നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഓരോ വ്യക്തിയും ഒറിജിനലാണ്. ഒരാളും ഒരാളുടെയും കോപ്പി അല്ലാത്ത വിധം മനുഷ്യൻ ഒറിജിനലാണ്, മൗലികമാണ് മനുഷ്യൻ. ഖുർആൻ മനുഷ്യൻ്റെ ആ മൗലികതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്ത് കാണാം. ലിക്കുല്ലിം വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടേതായ വിജ്ഹത്തുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ പരിഗണന മറ്റൊരാളെയും താങ്ങി നിന്നാൽ, മറ്റൊരാളുടെയും ശുപാർശയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ ആ കാത്തിരിപ്പ് അത് അനന്തമായിരിക്കും. അതിങ്ങനെ നിങ്ങൾ അതിലേക്ക് മിഴിച്ചു നിന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്. ലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഫസ്തബിഖുൽ ഖൈറാത്ത്. വേണമെങ്കിൽ മനുഷ്യരെ ആവുന്നത്ര നന്മകൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കൂ എന്ന് പടച്ചതമ്പുരാൻ പറയുകയാണ്. പലപ്പോഴും മനുഷ്യർ നിരാശയോടുകൂടി, നമ്മളൊക്കെയും പല സന്ദർഭങ്ങളിലും പറയാനുള്ള ചില വർത്തമാനമുണ്ട്. എനിക്കൊന്നിനും കഴിയില്ല, ഞാനിനി നന്നാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല, എൻ്റെ സാഹചര്യം അതാണ്. പലപ്പോഴും നമ്മളൊക്കെ നിരാശയോടുകൂടി പറയാറുള്ള വർത്തമാനമാണ്. അല്ലാഹു തആല പറയുന്നത് അങ്ങനെ അല്ല മനുഷ്യനെന്നാണ്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ ഒരു അത്ഭുതം, ആകാശഭൂമികളും പ്രപഞ്ചങ്ങളും അല്ല അത്ഭുതം. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല എന്നാണ്. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നാണ്. നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, സംസാരിക്കുവാനുള്ള നാവുണ്ട്, ചലനശേഷിയുള്ള കൈകാലുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഒരാളെ മറികടക്കുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ്റെ ഇന്ദ്രിയത്തുള്ളിയിൽ 200 കോടിയിലേറെ ബീജമുണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. 200 കോടി ബീജമാണ് അണ്ടത്തെ അന്വേഷിച്ചുകൊണ്ട് അതിങ്ങനെ അലയുന്നത്. അതിൽ ഒരേ ഒരു ബീജമാണ് അണ്ടവുമായി ചേർന്ന് ഒരു സിക്താണ്ഡമായി അങ്ങനെ ഒരു കുഞ്ഞ് പിറവി കൊള്ളുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ബീജം, ആ ഒരൊറ്റ ബീജഗണം ചെയ്യുന്ന ഒരു പണി എന്ത് എന്ന് ചോദിച്ചാൽ 199,99,999 ആളുകളെയും പിന്തള്ളിയിട്ടാണ് ഈ ഒരു ബീജം അത് മറ്റെല്ലാറ്റിനെയും മറികടന്ന് അത് ഒരണ്ടത്തെ സ്വീകരിക്കുന്നത്, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ കോടികളെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മൾ മുന്നേറി നമ്മൾ ഒരു മനുഷ്യനായി, ഒരു ഒറിജിനൽ വ്യക്തിയായി, ഫോട്ടോസ്റ്റാറ്റ് അല്ലാത്ത ഒരു മനുഷ്യനായി നമ്മൾ പിറവി കൊണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇത്ര വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, നിരാശയുടെ ലാഞ്ചന പോലും ബാധിക്കേണ്ടതില്ലാത്ത മനുഷ്യൻ ഒന്ന് തീരുമാനിച്ചാൽ, വനഫ്സിൻ വമാ സവ്വാഹ, നമ്മൾ ഓരോരുത്തരും ഒന്ന് തീരുമാനിച്ചാൽ ഒരു മികച്ച മനുഷ്യനായി മാറാൻ കഴിയും
എന്ന് അല്ലാഹു തആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഖസമിൻ്റെ വാവ്, സത്യം ചെയ്യുന്ന വാവ് ആ വാക്യത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നൊരു വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനെക്കുറിച്ച് പറയുന്നിടത്ത് അത് കാണാൻ കഴിയും. അന്നാസു മആദിനുൻ, മനുഷ്യർ ഖനികളാണ്. കമആദിനി الذهب والفضة, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികൾ പോലെ മനുഷ്യരും ഖനികളാണ്. മനുഷ്യൻ ഖനികളെപ്പോലെയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ആശയം? സ്വർണത്തിനൊരു പ്രത്യേകതയുണ്ട്. കല്ലിലും മണ്ണിലും മറ്റ് വസ്തുക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ സ്വർണം, അതിനെ ഇങ്ങനെ അരിച്ചെടുത്ത് നമുക്ക് ആ സ്വർണത്തിനെ ഏത് മാറ്റുള്ള സ്വർണവുമാക്കി മാറ്റാൻ കഴിയുമെന്നതുപോലെ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ കൃത്യമായി പല ഉരകല്ലിലും ഇട്ട് അതിനെ മിനുസപ്പെടുത്തി അതിനെ ഷെയ്പ്പാക്കി നല്ല ഒരു വ്യക്തിത്വമായി രൂപാന്തരപ്പെടുത്താൻ മനുഷ്യന് കഴിയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മളിൽ ഓരോരുത്തരും നമ്മൾ എത്ര മാറ്റുള്ളവനാവണം, എത്ര വ്യക്തിത്വ ശുദ്ധിയുള്ളവനാവണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അതിന് സാധിക്കുന്നതേയുള്ളൂ. ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു നല്ല മനുഷ്യൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അടയാളം? നല്ല മനുഷ്യരെ നമ്മൾ നിർണയിക്കുന്നതും നമ്മൾ വിലയിരുത്തുന്നതും ഏതർത്ഥത്തിലാണ്? ഒരു മനുഷ്യൻ നല്ല വസ്ത്രം ധരിക്കുന്നു, ഒരാൾ നല്ല കോട്ടിടുന്നു, ഒരാൾ കാണാൻ നല്ല സുന്ദരനാണ്. യഥാർത്ഥത്തിൽ ഇതല്ല നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്തപ്പെടാൻ 3 കാര്യങ്ങളുണ്ട് എന്നാണ് സാധാരണ പറയാറുള്ളത്. ഒന്ന് അയാളുടെ ജീവിത ശൈലിയാണ്, രണ്ടാമത്തേത് ഒരാളുടെ ലക്ഷ്യമാണ്, മൂന്നാമത്തേത് അയാളുടെ പെരുമാറ്റമാണ്. വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താൻ ഖുർആൻ പറഞ്ഞ ചില അടയാളങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കലായിരിക്കണം ഈ ജുമുഅ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സന്ദർഭത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടുന്നത്. എങ്ങനെ എനിക്ക് നല്ലൊരു വ്യക്തിയാകാൻ കഴിയും? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ വഴി അള്ളാഹുവിലുള്ള ഈമാൻ ഉണ്ടാവുക എന്നതാണ്. ഈമാൻ എന്നാൽ വിശ്വാസം എന്നാണ്. പൊതുവെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയ്ക്കല്ല ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത്. എല്ലാ സമൂഹവും ഏതെങ്കിലുമൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ നല്ല വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. അതിനല്ല ഈമാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘോഷിക്കാനല്ല പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ എന്തു വന്നു, എന്തിനു വന്നു എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് ഈമാൻ എന്താണെന്ന് പറയാൻ വിശദമായ ഖുർആൻ പറയുന്നിടത്ത് അത് കാണാൻ കഴിയും. എന്നെ സദാ നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പാരത്രിക ലോകത്ത് രക്ഷാശിക്ഷകൾ നൽകുന്ന ഒരു റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അള്ളാഹു ഉണ്ട്, ഞാൻ കള്ളു കുടിക്കും. അള്ളാഹു ഉണ്ട്, ഞാൻ വ്യഭിചരിക്കും. അള്ളാഹു ഉണ്ട്, തെമ്മാടിത്തങ്ങൾക്ക് കൂട്ടുനിൽക്കും. ഈ വിശ്വാസത്തിനല്ല ഈമാൻ എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് നമ്മുടെ ജീവിതവുമായി കാതലായ ബന്ധമുണ്ടോ എന്ന പരിശോധന, ആ പരിശോധനയും ആ ഉരച്ചു നോക്കലിനുമാണ് ഈമാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഒളിക്കാൻ പറ്റുന്ന ഒരിടവും ഈ ഭൂമിയിലില്ല, ഈ ജീവിതത്തിലില്ല. അള്ളാഹു നിന്നോട് നിന്റെ കണ്ടനാടിയേക്കാൾ അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് വലഖദ് നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യ, നിൻ്റെ മന്ത്രണങ്ങളെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ കണ്ടനാടിയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ബോധ്യമായി നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ആ ഈമാനിക ബോധം നല്ലൊരു വ്യക്തിയായി നമ്മിൽ സൃഷ്ടിക്കപ്പെടുന്നത്. രണ്ടാമതായി, ഒരു കാര്യമുണ്ടായാൽ നമ്മുടെ വ്യക്തിത്വം ഉണ്ടാവും, നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? ലക്ഷ്യം എന്ത് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നിടത്ത് ഖുർആൻ്റെ ഭാഷ നിങ്ങളുടെ ലക്ഷ്യം അത് സ്വർഗമായിരിക്കണം എന്നതാണ്.
എൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ കവിഞ്ഞ മറ്റൊന്നിലേക്കും പരതി നടക്കുന്നതാവരുത് എൻ്റെ ലക്ഷ്യം. സ്വർഗത്തിൽ കവിഞ്ഞ മറ്റൊന്നും എനിക്ക് വേണ്ടതില്ല എന്നതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വർഗമാകുന്ന ലക്ഷ്യം നമ്മുടെ കൂടെ സദാസമയമുള്ളതാണ്. പള്ളിയിൽ വരുമ്പോൾ എനിക്ക് സ്വർഗം വേണം, കച്ചവടം ചെയ്യുമ്പോൾ എനിക്ക് സ്വർഗം വേണം, ഉദ്യോഗ കസേരയിലിരിക്കുമ്പോൾ എനിക്ക് സ്വർഗം വേണം. സ്വർഗം എന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെയുണ്ടാവണം എന്നതുകൊണ്ടാണ് ബാത്റൂമിൽ പോകുമ്പോഴും ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണഗതിയിലുള്ള ആവശ്യം നിർവഹിക്കുമ്പോൾ ആവശ്യം നിർവഹിച്ചാൽ പോരാ, ആവശ്യം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യ നിന്നിലുണ്ടാവണം എന്നതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇടതുകാല് കയറുമ്പോൾ ഇടതുകാല് മുന്തിക്കണമെന്നും ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണമെന്നും ആ സമയത്ത് പ്രാർത്ഥിക്കണമെന്നും ആ ഒരു നിമിഷമാത്രയിൽ പോലും സ്വർഗമെന്ന ലക്ഷ്യം അന്യം നിന്നു പോകരുത് എന്ന ഷാഠ്യമുള്ളത് കൊണ്ടാണ് ഇത്രമേൽ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചത്. വൈവാഹിക ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും സ്വർഗമെന്ന മഹാലക്ഷ്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് അവിടെ ഒരു പ്രാർത്ഥന അല്ലാഹു തആല കണക്ട് ചെയ്തു വെച്ചത്. നല്ലൊരു വ്യക്തിയാവാൻ മൂന്നാമത്തെ വഴി അൽ അസ്മു ഫിൽ ഉമൂർ, നിങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടെ നിൽക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്ത് പറയും എന്നതല്ല, മറ്റുള്ളവർ എന്നെ എങ്ങനെ വീക്ഷിക്കുമെന്നതല്ല, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു വ്യക്തിയാണ്. വീട്ടിലെല്ലാവരും സുബഹിന് കിടന്നുറങ്ങുന്നു എങ്കിൽ പിന്നെ ഞാനും കിടന്നുറങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലപാടായിരിക്കരുത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. റസൂൽ അത് പറയുന്നുണ്ട്, ലാ യകുൻ അഹദുക്കും ഇമ്മഅതൻ, നിങ്ങളിൽ ആരും അവസരവാദിയാകരുത്. ഇന്ന അഹ്സനന്നാസു, ജനങ്ങളൊക്കെ നന്മ ചെയ്താൽ നന്മ ചെയ്യും, ജനങ്ങളൊക്കെ തിന്മ ചെയ്താൽ തിന്മ ചെയ്യും, നിങ്ങൾ അവസരവാദികളാകരുത് എന്ന് ഖുർആൻ പറയുന്നത് അതാണ്. നല്ലൊരു നിലപാട് നമുക്കുണ്ടാവണമെന്നത് നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള വഴിയാണ്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം അത്തവസ്സുതു ഫിൽ ഉമൂർ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ മധ്യ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഹലക്കൽ മുതഅന്നിതൂൻ ഹലക്കൽ മുതഅന്നിതൂൻ ഹലക്കൽ മുതഅന്നിതൂൻ. 3 പ്രാവശ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. തൊണ്ടക്കുഴി കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ നശിച്ചുപോയി എന്നാണ് പ്രവാചകൻ്റെ ആ വചനത്തിൻ്റെ അർത്ഥം. എന്താണ് തൊണ്ടക്കുഴി കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഏതൊരു വിഷയത്തിലും തീരുമാനമെടുക്കുമ്പോൾ ഒന്നുകിൽ അങ്ങേയറ്റത്തെ നിലപാട്, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ ഇങ്ങേയറ്റത്തെ നിലപാട്. തീവ്ര ചിന്താഗതികൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ ബാധിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്തവസ്സുതു ഫിൽ ഉമൂർ വകദാലിക ഉമ്മതൻ വസത. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത, ഈ ഉമ്മത്ത് ഒരു മിതവാദികളായ സമൂഹമാണ്. പ്രവാചകൻ പറഞ്ഞ 5ാമത്തെ കാര്യം അൽ ഖുലുഖ്, നമ്മുടെ പെരുമാറ്റം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നിപ്പറഞ്ഞ ധാർമ്മികമായ മര്യാദകളിൽ ഏറ്റവും സുപ്രധാനമായത് ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 6ാമത്തെ വ്യക്തിത്വം നന്നാക്കാനുള്ള 6ാമത്തെ വഴി, നിങ്ങൾ നിങ്ങളുടെ കൂടെയല്ലാതെ, നിങ്ങളല്ലാതെ മറ്റൊരാൾ കൂടി പങ്കെടുക്കുന്ന ഏത് സംവിധാനത്തിലും, നിങ്ങൾ മാത്രമായിരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചുറച്ച് കാര്യങ്ങൾ ചെയ്താൽ പോരാ, മറ്റൊരാളോടുകൂടി കൂടിയാലോചിക്കണം. വിശുദ്ധ ഖുർആൻ വഅംറുഹും ശൂറാ ബൈനഹും, നല്ല വ്യക്തികളുടെ ഗുണം അവർ കാര്യങ്ങൾ കൂടിയാലോചിച്ചാണ് ചെയ്യുന്നത്. വീട്ടുകാര്യങ്ങളിൽ കൂടി ആലോചിക്കണം, വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റൊരാളോട് കൂടിയാലോചിക്കുന്ന മനസ്സ് നമുക്കുണ്ട് എങ്കിൽ നല്ല വ്യക്തിയാവാൻ കഴിയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രത്തോളം ഭാര്യ പറഞ്ഞു മുലപ്പാലൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു, ഇനി നമുക്ക് മോൻ്റെ മുല കൂടി നിർത്തിയാലോ? വിശുദ്ധ ഖുർആൻ ആ സന്ദർഭം പറയുന്നുണ്ട്. നിങ്ങൾ എവിടം വരെ കൂടിയാലോചിക്കണമെന്ന് പറയുന്നിടത്ത് വൈൻ അറാദ ഫിസാലൻ തറാലിൻ വതശാവുരിൻ,
ഭാര്യയുടെ മുലകുടി നിർത്തുന്നത് ഭർത്താവുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും പരസ്പരമായ കൂടിയാലോചനയ്ക്ക് ശേഷം പോലും നിങ്ങൾ ആ കാര്യം ചെയ്യാവൂ എന്ന് ഖുർആൻ വളരെ വിശദമായി നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏഴാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തെ നിരന്തരമായി അറിവുകൾ കൊണ്ട് പുതുക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വായനകൾ നമുക്കിടയിൽ ഉണ്ടാവണം. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ക്ലീശയ്ക്കും അപ്പുറത്ത് നിരന്തരമായി ജീവിതത്തെ വായിക്കാൻ, ജീവിതത്തെ കൃത്യമായി നിർണയിച്ചുകൊണ്ട് നല്ല വായനാബോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ പറയപ്പെട്ട നല്ല വ്യക്തിത്വം ഉണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 7 കാര്യങ്ങൾ, വളരെ പ്രസക്തമായ വ്യക്തി ജീവിതത്തിൻ്റെ മാറ്റി നിർണ്ണയിക്കുന്ന ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ, മുറുകെ പിടിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.